ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗേസ് നല്ല മഴയുണ്ട്, പുറത്ത് നല്ല മഴയാണ്, ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലൈവായിട്ട് കാണിക്കുന്നുണ്ട് മഴ, നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ എടുക്കുന്നൊരു വീഡിയോസാണ്. അങ്ങനെ ഗേസ് നമ്മുടെ ഇവിടെ കുട്ടികളൊക്കെ പോയിട്ടുണ്ട്, ശനിയാഴ്ചയാണ്, അപ്പോൾ അവർക്ക് ഉച്ചവരെ ക്ലാസ് ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ഫുഡൊന്നും കൊണ്ടുപോകണ്ട, സ്കൂളുള്ള ദിവസമാണെങ്കിൽ വൈകുന്നേരം ഒരു 5:30 വരെ 6 മണി വരെ ഉണ്ട്. അപ്പോൾ ഇന്ന് ട്യൂഷന് ഉച്ചവരെ ഉള്ളതുകൊണ്ട് ഫുഡൊന്നും കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ഞാൻ വെച്ചിട്ട് ലേറ്റായിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ച് അപ്പോൾ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട്. കിച്ചണിൽ കയറിയിട്ട് ഉച്ചയ്ക്കിനകത്തുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. നല്ല ജോലിയുണ്ട് കിച്ചണിൽ. അപ്പോൾ ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. ചോറ് അടുപ്പത്ത് ഇങ്ങനെ അരിയെടുപ്പ് ഇട്ടേക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് തിളപ്പിച്ച് റൈസ് കുക്കറിനകത്ത് ഇറക്കി വെക്കണം. അപ്പോൾ ഉച്ചയാകുമ്പോൾ എന്തായാലും ചോറ് റെഡിയാവും. പിന്നെ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ട്. പിന്നെ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഫ്രിഡ്ജിലിരിക്കുകയായിരുന്നു, വെള്ളം ഐസ് പോകാനായിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അതൊക്കെ ക്ലീൻ ചെയ്യണം. പിന്നെ കുറച്ച് വെജിറ്റബിളും കാര്യങ്ങളൊക്കെ എടുക്കണം. ഇപ്പോൾ ദോശ ഉണ്ടാക്കാനായിട്ട് മാവ് എടുത്തേക്കണം. അപ്പോൾ ഞാൻ കുറേ ആട്ടി വെച്ചേക്കും. അപ്പോൾ ആവശ്യത്തിന് എടുത്ത് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു ടിന്നിനകത്ത് ഒഴിച്ച് വെച്ചേക്കും. പിന്നെ കുറച്ച് എടുത്തിട്ട് രാവിലെ മക്കൾക്ക് പോകാൻ വേണ്ടി അത്യാവശ്യത്തിന് എടുക്കുന്നതാണ്. അപ്പോൾ കുറേ വെജിറ്റബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും കുറച്ച് പച്ചക്കറിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഫ്രിഡ്ജ് കുറച്ച് അഴുക്ക് പിടിച്ചൊക്കെ ഇരുന്ന്, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് തുടയ്ക്കണമായിരുന്നു. അപ്പം ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്ത് പുറമൊക്കെ ഒന്ന് തുടങ്ങി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട്, കാരണം പൊടിയും ഇതൊക്കെ പറ്റിയിരിക്കും. നമ്മളെപ്പോഴും നനഞ്ഞ കൈ കൊണ്ടൊക്കെ ചെന്ന് ഡോറ് തുറക്കുമ്പോഴത്തേക്കും അതിൻ്റെ അഴുക്കൊക്കെ അതിൽ പറ്റത്തുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്ന് എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ചൊക്കെ എടുത്തു. അങ്ങനെ നമ്മുടെ ക്യാബേജ് നമുക്ക് തോരൻ വയ്ക്കാം. അപ്പോൾ ചോപ്പറുണ്ട്, ചോപ്പറിലിട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ക്യാബേജ് എടുത്തിട്ടുണ്ട്, അത് കഴുകി ഒന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് നമുക്കെടുത്ത് കട്ട് ചെയ്തിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. പിന്നെ കായും ഇതും കൂട്ടിയിട്ട് നമുക്കൊരു ഉടച്ചെറി ഉണ്ടാക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ നമുക്ക് ക്യാബേജ് തോരൻ വയ്ക്കാനായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തരാം. ഇതെന്തായാലും അതിൻ്റെ തോട് കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകണം. കഴുകിയിട്ട് നമുക്ക് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഓക്കെ. അങ്ങനെ നമ്മളിതാ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സവാളയും കൂടി തൊഴിച്ച് കട്ട് ചെയ്ത് അതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്ക് ചോപ്പറിലോട്ട് ചോപ്പ് ചെയ്തെടുക്കാം. എന്തായാലും നല്ല എളുപ്പം കാര്യങ്ങളെല്ലാം നടക്കും. കുറേ നേരം ഇരുന്ന് നമ്മൾ അരിയോ വറക്കോ ഒന്നും ചെയ്യണ്ട. ഇങ്ങനെ കുറച്ച് വലിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ടിട്ട് ഇതിലിട്ട് ചോപ്പ് ചെയ്യുമ്പോഴത്തേക്കും നല്ല നമ്മുടെ തോരൻ്റെ പരുവായാലും വിഴുക്കിനായാലും നമുക്ക് അതേ സൈസിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ സവാളയും ഞാനിങ്ങനെ വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും ഒന്ന് ചോപ്പറിലിട്ട് അടിക്കുന്നത് കാണാം.
അപ്പോൾ നമ്മുടെ ക്യാബേജ് ഇതാ കട്ട് ചെയ്തിട്ടുണ്ട് ചോപ്പറിൽ. ഇനി നമുക്കിതാ അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് എനിക്കിപ്പോൾ ഇത്രയൊന്നും വേണ്ട, കുറച്ച് മതി. നമ്മൾ കുറച്ച് ആവശ്യത്തിന് വേണ്ടി മാത്രം മതി. കൂടുതൽ എടുത്തു കഴിഞ്ഞാലും പാഴിപ്പോകും. അപ്പം നമ്മളിതാ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടി അതുപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ഒരു ട്രിപ്പും കൂടി ഉണ്ട് ചോപ്പ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതും കൂടി ഫുള്ള് ചോപ്പ് ചെയ്തിട്ട് നമ്മൾ ആവശ്യത്തിന് മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കി കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വയ്ക്കും. കാരണം കുട്ടികൾക്ക് ചോറുണ്ട് വെള്ളമുണ്ട്, അവർക്ക് കറി ഉണ്ടാക്കാനായിട്ട് വയ്ക്കും. അപ്പോൾ ഇതെന്തായാലും ചോപ്പ് ചെയ്ത് വെച്ചിരുന്നാലേ നമുക്ക് ജോലിയൊക്കെ ഒതുങ്ങുമല്ലോ. അതുകൊണ്ടിട്ട് ഞാൻ ഇനിയിപ്പോൾ ബാക്കി ഇരിക്കുന്നതും കൂടി അങ്ങനെ ചോപ്പ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് നമ്മൾ ആവശ്യത്തിനെടുത്ത് കറി വയ്ക്കും. അപ്പോൾ ഗൈസ് നമ്മുടെ ഒരായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് ഞാൻ ഉടച്ചെറി വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ കായും കൂടി കട്ട് ചെയ്യണം. അപ്പോൾ കുറച്ച് കാ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതും സവാളയും കൂടി ഇട്ടിട്ട് ഒരു ഉടച്ചെറി ഉണ്ടാക്കണം. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ഉടച്ച് വയ്ക്കാനായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങയും ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാങ്ങയും ചക്കക്കുരുവും കൂടെ ഇട്ടൊരു കറി വെക്കണം. അപ്പം ആദ്യം നമ്മൾ ചക്കക്കുരു കുക്കറിലിട്ട് വേവിച്ചെടുക്കും. പിന്നെ അതിന് ശേഷമാണ് പിന്നെ മാങ്ങയും കൂടി ഇട്ട് വേവിക്കുന്നത്. അപ്പോൾ നമ്മൾ കുക്കർ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ ചക്കക്കുരു എല്ലാം കൂടി ഇട്ടിട്ട് ഒരു 3 വിസിൽ കേൾക്കുമ്പോൾ തന്നെ ചക്കക്കുരു വേവും. അപ്പോൾ നമുക്ക് ചക്കക്കുരു കുക്കറിനകത്തേക്ക് ഇട്ട് വേവിക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ക്യാബേജ് തോരൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ചക്കക്കുരു വേവിക്കാനായിട്ട് കുക്കറിൽ വെച്ചേക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിതെങ്ങനെയാണ് ചക്കക്കുരുവും മാങ്ങയും കൂടി കറി വയ്ക്കുന്നതെന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ചക്കക്കുരു ഇതാ കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ചെറിയ ചെറിയ പീസുകളാക്കി മാങ്ങയുടെ കൂടെ കട്ട് ചെയ്തിടണം. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒരുമിച്ചിട്ട് നമ്മൾ വേവിക്കും. അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഇതാ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്യണം. അങ്ങനെ നമ്മളിതാ മാങ്ങാക്കറിക്ക് അരയ്ക്കാനായിട്ട് ചക്കക്കുരു മാങ്ങയ്ക്കും കൂടി അരയ്ക്കാനായിട്ട് നമ്മളിപ്പോൾ കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, കുറച്ച് തേങ്ങയും കൂടിയൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ജീരകവും കൂടി ഇട്ടിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഇത് രണ്ടും കൂടി ഒന്നും കൂടി ഇട്ട് നമുക്ക് വേവിക്കാം. അപ്പം എന്താണെന്നുള്ളത് സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോയിൽ കാണാം. അങ്ങനെ നമ്മൾ അരപ്പൊക്കെ അരച്ച് വീത്തിയിട്ടുണ്ട്. അപ്പം എന്താ മാങ്ങയും ചക്കക്കുരും കൂടി കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിലോട്ട് വെച്ചൊന്ന് വേവിക്കണം. അപ്പം എന്തായാലും കുറച്ച് ഉപ്പുണ്ടാകുന്ന നോക്കിയതാണ്. അപ്പോൾ ഉപ്പുണ്ട്. ഇനി നമ്മൾ അടച്ച് അടുപ്പിലോട്ട് ഒന്നും കൂടി വേവിക്കും. വേവിച്ച് റെഡിയാക്കി എടുക്കും. ഇപ്പോൾ ഇതാ ചക്കക്കുരുവും വെന്തുടഞ്ഞിട്ടുണ്ട്. മാങ്ങയും കൂടി ഇതാ അടിപൊളി കറിയായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എന്തായാലും ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ടൈം കുറച്ച് കുറവായത് കൊണ്ടിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കിയത്. പിന്നെ അതുപോലെ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതും കൂടി ആക്കുമ്പോൾ നമ്മുടെ ജോലി കഴിയും. മീൻ കറിയും വെച്ചിട്ടുണ്ട്.
ഇപ്പോൾ കറിച്ചട്ടിയിലാണ് നമ്മൾ കറി വയ്ക്കുന്നത്. അപ്പോൾ ഇതാ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് പാനെടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ഉച്ചക്കിനത്തെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല മുരിങ്ങക്കായ് മാങ്ങ എല്ലാം കൂടിയൊക്കെ ഇട്ടിട്ട് വെച്ചതാണ്. പിന്നെ അതുപോലെ ഇതാ നമ്മുടെ ചക്കക്കുരു മാങ്ങയും കൂടി ഉടച്ച് കറി ഇതാ അടിപൊളിയായിട്ടുണ്ട്. കണ്ട ഇതേ ഒരു ഇതിൽ കിട്ടും. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണിത് കഴിക്കും. വേറെ കറികളൊന്നും വേണ്ട, നമുക്കിത് മാത്രം ഇട്ട് ചോറ് കഴിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതാ നമ്മുടെ കായും ഇട്ട് ഉടച്ച് കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മീൻ ചാറൊക്കെ എടുത്ത് വയ്ക്കുന്നത്. അപ്പം കുട്ടികൾ വന്നിട്ടുണ്ട്, അപ്പോൾ അവർക്ക് ചോറ് വിളമ്പുന്നുണ്ട്. അപ്പം ചോറ് അവർ നല്ല വിശപ്പായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ചോറ് വിളമ്പി കൊടുക്കുന്നു. അപ്പോൾ ഇതാ ഞാൻ ചോറൊക്കെ വിളമ്പി കൊടുത്ത് നമ്മളിനി ചോറ് എല്ലാവരും കൂടി കഴിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ഇതാ വൈകുന്നേരം നമ്മൾ ചായയൊക്കെ ഇട്ട് നല്ല ഉള്ളിവടയും ആയിട്ട് നമ്മളിതാ ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വൈബാണ് നമ്മളിങ്ങനെ സിറ്റ് ഔട്ടിലിരുന്നിട്ട് ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ഉള്ളിവടയാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, എന്തായാലും ഇത് കടയിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷേ സംഭവം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, നല്ല ചുവ നല്ല ഉള്ളിവടയാണ്. അപ്പോൾ ഉള്ളിവടയും ചായയും കൂടി കൂട്ടി നമ്മളത് ഈവനിങ്ങും ചായ കുടിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.